ഹായ് മക്കളെ, മാത്സ് അഡ്വാൻസ്ഡും സയൻസ് അഡ്വാൻസ്ഡും CBSE റീസെൻ്റ്ലി പുറത്തിറക്കിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ അക്കാദമിക് ഇയർ മുതൽ, അതായത് 9th CBSEയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2026-27 അക്കാദമിക് ഇയർ മുതൽ 2 എക്സ്ട്രാ സബ്ജക്റ്റ് കൂടെ വരുന്നുണ്ട്. മാത്സ് അഡ്വാൻസ്ഡും സയൻസ് അഡ്വാൻസ്ഡും CBSE ബോർഡ് റീസെൻ്റ്ലി പുറത്തിറക്കിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം ക്ലാസ് 9 CBSEയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2026-27 അക്കാദമിക് ഇയർ മുതൽ അങ്ങോട്ടേക്ക് 2 എക്സ്ട്രാ പേപ്പേഴ്സ് കൂടെ ഉണ്ടാവും. മാത്സ് അഡ്വാൻസ്ഡും സയൻസ് അഡ്വാൻസ്ഡും ഈ 2 പേപ്പേഴ്സും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയാകും. ഇത് ആരൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, +1 +2 സയൻസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ സയൻസിലും മാത്സിലും ഒക്കെ നല്ലപോലെ ഇഷ്ടമുള്ള വിദ്യാർത്ഥികളാണ് സയൻസ് അഡ്വാൻസ്ഡും മാത്സ് അഡ്വാൻസ്ഡും ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് സയൻസ് അഡ്വാൻസ് അല്ലെങ്കിൽ മാത്സ് അഡ്വാൻസ്ഡിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. 25 മാർക്കിൻ്റെ 25 മാർക്സിൻ്റെ ഒരു എക്സാമിനേഷനാണ് സയൻസ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ അഡ്വാൻസ്ഡ് പേപ്പർ എന്ന് പറയുന്നത്. ഈ 25 മാർക്സിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നത് 1 hour ടൈം ആയിരിക്കും. ആനുവൽ എക്സാമിനേഷന് കൂടെയാണ് നിങ്ങൾ ഈ അഡ്വാൻസ്ഡ് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക. 1 hour ടൈം ഫ്രെയിമാണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ അറ്റൻഡ് ചെയ്യാൻ കിട്ടുന്നുണ്ടാവുക. അതിൽ ഈ 1 hour ടൈമിനുള്ളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഹോട്ട്സ് ആയിരിക്കും. അതായത് നല്ല ഹൈലി കൺസെപ്ച്വൽ ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടാവുന്നത്. ഹോട്ട്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹോട്ട്സ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ 1 hour ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതിൽ 50% 50% മാർക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങളത് എന്തായി, പാസ് ചെയ്തു. അതിൽ 50% മാർക്ക് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങളത് പാസ്സായി, നിങ്ങളത് ആ ഒരു അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്തു. നിങ്ങൾ 10th CBSEയിലേക്ക് എത്തുന്ന സമയത്തും ഈ അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾ സപ്പോസ് അഡ്വാൻസ്ഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മാർക്ക് ഷീറ്റിൽ അവർ പ്രത്യേകം എഴുതി കാണിക്കും മാത്സ് അഡ്വാൻസ്ഡ് ക്ലിയർഡ് അല്ലെങ്കിൽ സയൻസ് അഡ്വാൻസ്ഡ് ക്ലിയർഡ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഒരു ലൈൻ തന്നെ അതിന് വേണ്ടിയിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ടാവും എന്ന് CBSE പുതിയ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് എക്സാം എന്ന് പറയുന്നത് ഓപ്ഷണലാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. നിങ്ങൾക്ക് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാം, ഒരു കുഴപ്പമില്ല. മാത്സ് അഡ്വാൻസ്ഡ് എഴുതാം, സയൻസ് അഡ്വാൻസ്ഡ് എഴുതാം, ഒരു കുഴപ്പമില്ല. രണ്ടും എഴുതാതിരിക്കാം, ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് വേണമെങ്കിലും എഴുതാവുന്നതാണ്. അപ്പോൾ മാത്സ് അഡ്വാൻസിൻ്റെയും സയൻസ് അഡ്വാൻസിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ 9th CBSEയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിഞ്ച ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിഞ്ച ബാച്ചിൽ ഓൾറെഡി ജോയിൻ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട്, എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മാത്സ് അഡ്വാൻസിൻ്റെയും സയൻസ് അഡ്വാൻസിൻ്റെയും കൂടെ ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ ഏത് പ്ലാൻ ചൂസ് ചെയ്തവരാണെങ്കിലും, ബേസ് പ്ലാൻ ആയിക്കോട്ടെ, ഇൻഫിനിറ്റി പ്ലാൻ ആയിക്കോട്ടെ, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് പ്ലാൻ ചൂസ് ചെയ്തവരാണെങ്കിലും നിങ്ങൾക്ക് സയൻസ് അഡ്വാൻസിൻ്റെയും മാത്സ് അഡ്വാൻസിൻ്റെയും ക്ലാസ്സുകൾ കൂടെ എക്സ്ട്രാ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നിഞ്ച ബാച്ചിൽ ഏതെങ്കിലും കുട്ടികൾ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ. നമ്മൾ നാളെ April 8 ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് നിഞ്ച ബാച്ചിൽ. അതും ഡയറക്റ്റായിട്ട് സിലബസിലേക്ക് കടക്കുന്നതിന് പകരം നിങ്ങൾക്ക് 8 നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടിയിരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. 9th വേണ്ട ഫൗണ്ടേഷനായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ കൺസെപ്റ്റ്സ് ഉണ്ട്. അതൊക്കെ പഠിപ്പിച്ച് നിങ്ങളെ ബ്രിഡ്ജ് കൃത്യമായിട്ട് 9th ആ ഒരു പാലം കൃത്യമായിട്ട് ഉണ്ടാക്കി തന്നിട്ടായിരിക്കും നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടാവുക. ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയും. അപ്പോൾ 9th വേണ്ട ബേസിക്സ് ഒക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നിഞ്ച ബാച്ചിൽ മുന്നോട്ടേക്ക് പോകുന്നത്. അതിൽ എക്സ്ട്രാ അഡീഷണൽ ആയിട്ടൊരു കാര്യമായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മാത്സ് അഡ്വാൻസിൻ്റെയും സയൻസ് അഡ്വാൻസിൻ്റെയും ക്ലാസ്സുകൾ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് 100% കിട്ടുന്നതായിരിക്കും. സോ മക്കളെ, നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഈ അക്കാദമിക് നമുക്ക് നിഞ്ച ബാച്ചിൻ്റെ കൂടെ ക്രാക്ക് ചെയ്യാം.